എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാ കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. പറഞ്ഞ മുടിന്റെ ഒന്ന് ലെവലാക്കിക്കോ. നല്ല ചൂടും നല്ല സുഖവും അല്ലേ? ഓക്കെയാണോ? അവിടെ ഓക്കെ, താങ്ക് യു. എന്തായാലും കിഴി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെടാ. ഫസ്റ്റ് മരണമാസ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് 16+. ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഭയങ്കര രസമായിട്ടുണ്ട്. ഷാപ്പെട്ടിയാണ് കാണുന്നത്. യെസ്, ആണി ആരാണ് അടിക്കണം കണ്ടറിയാം. അവസാനം ആണി അത് നമ്മുടെ മരണമാസ് ചെറുക്കൻ യോയോ ബേസില്. അങ്ങനെ പിന്നല്ലാണ്ട് വേറെ രീതിയിൽ കരുതി. അത് 5 സിനിമകളോടല്ല മുട്ടുന്നത്. അയ്യോ, അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? അതൊരിക്കലും പറയാൻ പറ്റൂല കേട്ടോ. എന്താണെങ്കിലും ശിവപ്രസാദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. April 10 സിനിമ റിലീസ് നടത്തുന്നത്. അടുത്ത കിഴി സർദാർ 2 സിനിമയില് സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബാബു ആന്റണി, കാർത്തി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന പിക്കാണ്. അപ്പൊ സർദാർ 2 മിത്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ടോ? സർദാർ 2. അടുത്തത് നാദിർഷ, ദിലീപ്, ദേവദത്ത്, ഷാജി 3 പേരും ഒരുമിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും അതൊരു ഗംഭീരമായിരിക്കും കേട്ടോ. 3 പേരും ഒരുമിച്ചാൽ ദേവദത്ത് ഷാജിയും നന്നായി വരട്ടെ. ഓക്കെ, അടുത്ത കിഴി തുടരും സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. എന്താണ് അവലത് വരുന്നത് അറിഞ്ഞൂടാ. എന്താണെങ്കിലും പൊളിസാനായിരിക്കും. വെയിറ്റിംഗ്. അപ്പൊ എങ്ങനെ പൾസർ ഇറക്കില്ലേ? പൾസർ അല്ലേ, സ്പ്ലെൻഡർ. നീ കുറച്ചും കൂടി ഹൈ ആക്കിയോ പൾസർ? കുറച്ചൊന്നും വലുതാക്കി. അടുത്തത് സ്പ്ലെൻഡർ മേലാണ് പോകുന്നത്. പൾസറിനെ പോണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ. വാഴ 2 സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സവിൻ SA ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. വിപിൻ ദാസ് ആണ് സിനിമയുടെ സ്ക്രിപ്റ്റ്. ശരിക്കുള്ള പേര് വരുമ്പം തെറ്റിക്കുകയാണല്ലോ. ഓക്കെ, അടുത്ത കിഴി ഇരട്ടത്തലേ. നമ്മുടെ അരുൺ വിജയ് നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ ഒരു മെലഡി സോങ് നമ്മുടെ ധനുഷ് പാടുന്നുണ്ട് കേട്ടോ. നന്ദി കൊണ്ടായിരിക്കും അല്ലേ? ഇഡ്ഡലിക്കടയിൽ വന്ന് അഭിനയിക്കുന്നതുകൊണ്ട് നന്ദി പ്രകടനമായിരിക്കും. അപ്പോഴാണ് മറ്റേ വിജയ്ക്ക് മനസ്സിലായത് ധനുഷ് ഗംഭീര പാട്ടുകാരനാണല്ലോ എന്ന്. അടുത്തത് കിങ് സിനിമയില് ഒരു എക്സ്റ്റൻഡഡ് കാമിയോ, അതായത് ദീപിക പദുക്കോൺ ചെയ്യാൻ പോകുന്നു സുഹാന ഖാന്റെ അമ്മയായിട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മന്ത് സിനിമയുടെ ഷൂട്ട് തുടങ്ങും കേട്ടോ. എന്തായാലും ഈ ക്യാരക്ടർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തബുവിനായിരുന്നു. തബു ഇത് റിജക്ട് ചെയ്തു, നിരസിച്ചു. അതുകൊണ്ട് ആ റോള് നമ്മുടെ ദീപിക പദുക്കോണിലെത്തി. ആ ദീപിക പദുക്കോണായിരിക്കും ഒന്നും കൂടി നല്ലത്, ആപ്റ്റ് ആവുന്നത്. വേറെ കാര്യം പറയട്ടെ, എനിക്കിതൊക്കെ നിസ്സാരെന്ന്. കാരണം ജവാൻ സിനിമയിൽ ഷാറുഖ് ഖാന്റെ അമ്മയായിട്ട് അത്രേ ഉള്ളൂ. അതാ ചെയ്യാൻ പറ്റുമേ. പക്ഷെ അതെന്താ അറിയോ, അത് മറ്റേത് കുട്ടിക്കാലത്തുള്ളതാണ്. അത് അങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഇതിലങ്ങനെയല്ല, ഒരുമിച്ചുണ്ടാവാം. മേ ബി ആയിരിക്കാം തബു നിരസിച്ചത്. അമ്മ വേഷത്തിലേക്കൊക്കെ എത്തിയോ എന്നുള്ള രീതിയിൽ. എനിക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. എന്താണെങ്കിലും അത് പേടില്ല കേട്ടോ. സിദ്ധാർത്ഥാനന്ദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. SRKന്റെ നായികയായിട്ടല്ലേ എന്തായാലും വരുന്നത്. ചിന്തിച്ചാ പോരെ? പിന്നല്ല, അത് പോരെ? പിന്നല്ല, അത് പോരളിയാ. ഓക്കെ, അടുത്തത് ഐ ആം ഗെയിം. തികച്ചു പറയട്ടെ, ഐ ആം ഗെയിം. കൂടെ പറഞ്ഞു വെച്ചോ. ഐ ആം ഗെയിം സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. 22-ാം തീയതി ഇതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. സിദ്ധാർത്ഥാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. April 22 കേട്ടോ. അത് ഈ മാസം 22. വേട്ടെ, വേർക്കുന്നുണ്ടോ? ചെറുതായിട്ടുള്ളടാ. ഗുഡ് ബാഡ് അഗുൾ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻസറാണ് കഴിഞ്ഞ കട്ട് ചെയ്യുള്ളതാണ് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ ഒഴുകി വരുന്നടാ. സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറും 19 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. US സർട്ടിഫിക്കറ്റ് ആണ്. അജിത്താണ് നായകൻ. 10-ാം തീയതി എത്തും സിനിമ. പെട്ടെന്ന് തിരക്കുണ്ടോന്നോ? അടുത്തത് നാഗാർജുന 100 ആള് സെഞ്ചുറി അടിച്ചു. സെഞ്ചുറി അടിക്കാൻ പോകുന്നു. ആ സെഞ്ചുറി, അതായത് അവസാന റണ്ണ്, ഇത് 100ലേക്കുള്ള ലാസ്റ്റ് റൺ ഉണ്ടല്ലോ, അത് നമ്മുടെ ലോകേഷ് എടുക്കും.
ലോകേഷ് ബോൾ ചെയ്ത് കൊടുക്കും. അതാ അങ്ങനെയല്ലേ 100 രൂപ എടുക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ലോകേഷാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. യെസ്. അതായത് കൂലി സിനിമയിലേക്ക് ഒരു കാമിയ പോലെ, ഒരു എക്സ്റ്റൻഡഡ് കാമിയ പോലെ വിളിച്ചു. ശേഷം ആ ബന്ധം അങ്ങ് വളർന്നു. പിന്നെ ഒരു വലിയ അവിഹിത ബന്ധത്തിലേക്ക് ഇവർ കടന്നു. അങ്ങനെയാണെങ്കിൽ ലോകേഷിന് മൊത്തം അവിഹിതം, അമീർ ഖാനായിട്ട് അവിഹിതം. എത്ര ആൾക്കാരോടാ. എന്തായാലും വലിയ ഒരുപാട് നടന്മാർ ലോകേഷിന്റെ കീഴിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രക്ക് വലുതാക്കിയ ആളുടെ സാമ്രാജ്യം അത്രയും വലുതാണ്. മലയാള സിനിമ നടക്കൂല. അത്രയും വലുതാണ് അയാളുടെ സാമ്രാജ്യം. അതെ, അതുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ. എന്തായാലും ഇനി ബോളിവുഡിലേക്ക് കൊണ്ടുപോകും ഇതുപോലെ ആമിർ ഖാൻ. പിന്നെ കാമിയോ, അതായത് ഒരു ചെറിയൊരു റോൾ ചെയ്ത് കൊടുക്കുന്നു കൂലിയിൽ. ശേഷം അമീർ ഖാൻ പൊക്കി അവിടെ കൊണ്ടുപോയി വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇരുമ്പോയി മായാവി. നീ ഇത് ശരി ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കട്ടോ. നീ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു നോക്കല്ലേ. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പരിപാടി. ഓക്കെ, ഞാനാണോ? അല്ലടാ, ഞാൻ സെഞ്ചുറി അടിച്ച ഞാനല്ലേ. ശരിയടുത്തു നാഗാർജുനെ കൊണ്ട് നാഗാർജുന സിംഗിൾ എടുത്തു. ഗജനി 2 സിനിമയെ കുറിച്ച് സിനിമയുടെ പ്രൊഡ്യൂസർ അല്ലു അരവിന്ദ് ആളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു ലവ് സ്റ്റോറി ആയിരിക്കില്ല, ഇതിന്റെ സ്വീക്കലും അല്ല. അതായത് ഗജനി 2 ഗജനി അവസാനിച്ചില്ലേ, അതിനുശേഷം നമ്മുടെ മനസ്സിലേക്ക് ഇതിന് 2ാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതായിരിക്കും. അങ്ങനെയല്ല, ഇതിൻ്റെ പ്രീക്വലായിട്ട് വരുന്നത്. അതായത് ഈ പ്രണയം, അതിനുശേഷം ഈ ഒരു ഇത് തിരിച്ചറിഞ്ഞ ആൾ പിന്നെ നടക്കുന്നുണ്ടല്ലോ ഗജനി, ആ രീതിയിലുള്ളതല്ല. അല്ലാതെ ഒരു ബിസിനസ്മാനായിട്ട് എങ്ങനെ ആ ബിസിനസ്സിനെ ആൾ ഈ മെമ്മറി ലോസ് വെച്ചിട്ട് സേവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റോറി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ഏറമൃഗദാസ് ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. ശിവൻ അല്ലേ, ശിവ ഒന്ന് പണിയില്ലേ, അത് മതി. ഇനി ഏറമൃഗദാസിന്റെ അടുത്തേക്ക് പോണ്ടെന്നുള്ളതാണ് അഭിപ്രായം. അപ്പൊ ശരിയാണ്, ഗജനി മറ്റേ അങ്ങനെ നല്ല ഒരുപാട് സിനിമകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏതാണ് മദ്രാസി റിലീസ് ആയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പിടിക്കാം. പക്ഷെ സിക്കന്ദർ അവിടെ കിടക്കുന്നില്ലേ, സിനിമ കാണാതെ ട്രെയിലറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ലെവൽ അല്ലേ. അത് ഉറപ്പല്ലേ. ചിയാൻ 63 മഡോണ അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ചിയാൻ 63. നമ്മുടെ വിക്രം നായകനാണ് സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ്. അതായത് സിനിമയുടെ ടൈറ്റിൽ വീരമേ ജയം എന്നുള്ളതായിരിക്കും എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട്. ഈ വീരമേ ജയം അല്ലേ മറ്റേ ഈ മഡോണ അശ്വിന്റെ മറ്റേ സിനിമയിലെ മാവീരനിലെ ഡയലോഗ്. അതെ, അതങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ലെവൽ എങ്ങോട്ട് അത് മിക്കവാറും പലതിലേക്കും കണക്ട് ആവും. ആ കൊരലെങ്ങാനും ആവുമോ പറയാൻ പറ്റില്ല. കൊരല അതാവണമെങ്കിൽ വിജയ് സേതുപതിനെ തന്നെ ഡബ് ചെയ്യേണ്ടി വരും. അല്ല, സൗണ്ട് മാറിയെന്ന് പറഞ്ഞ പോലെ. ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അന്ന് ചെറിയ. അടുത്തത് നോബഡി സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങും കേട്ടോ. നിസാം ബഷീറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പൃഥ്വിരാജാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ്. അല്ല, വൈഫിന്റെ അല്ലല്ലോ അല്ലേ, എന്താണെങ്കിലും അവരുടെ തന്നെ പ്രൊഡക്ഷനാണ് സിനിമ. റോഷാക്കിന് ശേഷം വരുന്ന സിനിമ പൊളിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. ഇതിന് മുൻപേ ഒരു വലിയ ഒരുപാട് വീഡിയോ ചെയ്തു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കിടിയിൽ കാണുന്നത്. ഒരു വ്യഗ്രത ഉണ്ട് ഓടാനുള്ള ഒരു. അത് നിങ്ങൾക്ക് വീഡിയോ ഇന്നലെ വന്ന് എങ്ങനെ ഇതിപ്പോ പറഞ്ഞു വരുന്നിരിക്കും. പറയാം, ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര സമയമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചിലക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ ഞങ്ങൾ ഇന്നലെ ചെയ്തു വെച്ചതാണ്. കാരണം അതിന്റെ ബാക്കിയായിരുന്നു ഇത്. പറയുന്നത് തെറ്റുണ്ട്, എന്നാലും അതായത് നിങ്ങളിത് കണ്ടോണ്ടിരിക്കുമ്പോൾ നാളെ ആയിരിക്കുമല്ലോ. 10-ാം തീയതി അല്ല 9-ാം തീയതി. അതായത് ഇത് 9-ാം തീയതി നിങ്ങൾ കാണാം. 8-ാം തീയതി ഷൂട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇന്ന് ഇടാൻ പറ്റൂല. കാരണം എന്താ ചോദിച്ചാൽ, അല്ല 8-ാം തീയതി ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ഉണ്ട്. അപ്പോൾ പോവാം. പോട്ടെ കേട്ടോ, ബൈ.